ഹലോ കൂട്ടുകാരെ, മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര പ്രകൃതിയുടെ സുന്ദരതയും കൂട്ടുകാരുടെ ചിരികളും സംഗീതങ്ങളും നിറഞ്ഞ ഒരു മനോഹര യാത്രയാണ്. KSRTC ബസ്സിൽ നിലമ്പൂർ, മിനിയൂട്ടി എന്ന സ്ഥലങ്ങളിലേക്കുള്ള നമ്മുടെ ട്രിപ്പ് പൂർണ്ണമായും ഒരു ആഘോഷം തന്നെയായിരുന്നു. ഞങ്ങളുടെ ആദ്യത്തെ യാത്ര മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കായിരുന്നു ആദ്യം പോയത്. മരങ്ങളുടെ ചരിത്രം, വളർച്ച, ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായ അറിവ് നൽകുന്ന ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് ഇത്. തേക്ക് മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം ഞങ്ങൾ ആദ്യം പോയത് തേക്ക് മ്യൂസിയത്തിന്റെ ഗാർഡൻ കാണാനായിരുന്നു. മ്യൂസിയത്തിനോട് ചേർന്നുള്ള മനോഹരമായ ഗാർഡൻ തന്നെയാണ് ഇത്. വിവിധ തരത്തിലുള്ള സസ്യങ്ങളും പുഷ്പങ്ങളും ഇവിടെയുണ്ടായിരുന്നു. ശാന്തമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഇവിടത്തെ. റിലാക്സാക്ഷനും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്കും മികച്ച ഒരു സ്ഥലം തന്നെയായിരുന്നു ഇത്. നിലമ്പൂർ പ്രദേശം തന്നെ തേക്ക് ക്യാപിറ്റൽ ഓഫ് കേരള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവിടെ തേക്ക് കൃഷിയും സംരക്ഷണവും വ്യാപകമായി ആരംഭിച്ചിരുന്നു. കനോളി എന്ന ബ്രിട്ടീഷ് കളക്ടറാണ് നിലമ്പൂരിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തേക്ക് പ്ലാന്റേഷൻ ആരംഭിച്ചത്. ഈ മ്യൂസിയത്തിന്റെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള തേക്ക് മരങ്ങളുടെ സാമ്പിളുകൾ ഇവിടെയുണ്ട്. തേക്ക് മരങ്ങളുടെ വളർച്ചാ ഘട്ടങ്ങൾ, മരത്തിന്റെ പ്രായം കണ്ടെത്തുന്ന രീതികൾ, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വനം മാനേജ്മെന്റ് ഉപകരണങ്ങൾ, വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മോഡലുകളുമാണ് ഇവിടെ കണ്ടത്. ഇവിടുന്ന് അടുത്തത് ഞങ്ങൾ പോയത് നെടുങ്കയം എക്കോ ടൂറിസം കാണാനായിരുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വനപ്രദേശങ്ങളിൽ ഒന്നാണ് ഇത്. ഇത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിയന്ത്രണത്തിലുള്ള ഒരു പ്രധാന എക്കോ ടൂറിസം കേന്ദ്രമാണ്. നെടുങ്കയം പ്രദേശം പണ്ടുമുതൽ തന്നെ കനത്ത മഴക്കാടുകളും വൈവിധ്യമാർന്ന വന്യജീവികളും കൊണ്ട് പ്രശസ്തമാണ്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഇവിടെ വനസംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി എത്തിയിരുന്നു. നിലമ്പൂർ തേക്ക് വനങ്ങളുടെ സംരക്ഷണവും വികസനവും ഈ പ്രദേശത്തോട് ചേർന്നാണ് നടന്നത്. നെടുങ്കയത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഡേവിസൺ ടോംബ്. ഇത് HP കൊളോണിയുടെ മരുമകനായ ഡേവിസൺ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കല്ലറയാണ്. അദ്ദേഹം മലബാർ പ്രദേശത്തിന്റെ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം നെടുങ്കയം വനത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിച്ചു. ഇതാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച പഴയ ബംഗ്ലാവാണ് ഇത്. ഇത് വന സംരക്ഷണ ഉദ്യോഗസ്ഥർ താമസിക്കാൻ ഉപയോഗിച്ചിരുന്നതാണ്. നെടുങ്കയം എക്കോ ടൂറിസം ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല, കേരളത്തിന്റെ വന ചരിത്രവും ബ്രിട്ടീഷ് കാലഘട്ടത്തിന്റെ ഓർമ്മകളും ചേർന്ന ഒരു പ്രത്യേക അനുഭവമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്തു പോയത് കുനോളി എക്കോ ടൂറിസം കാണാനായിരുന്നു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ സ്ഥലം ശാന്തതയും പ്രകൃതി സൗന്ദര്യവും ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു മികച്ച എക്കോ ടൂറിസം കേന്ദ്രമാണ്. ഇവിടെ ചാലിയാർ പുഴയും കരിമ്പുഴ പുഴയും ഒന്നിച്ച് സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ രണ്ട് നദികളും ഒരുമിച്ച് ചേരുന്ന കാഴ്ച വളരെ മനോഹരമാണ്. മഴക്കാലത്ത് വെള്ളത്തിന്റെ ഒഴുക്ക് ഇവിടെ ശക്തമായിട്ട് കാണാനാവും. പ്രകൃതിയുടെ ഒരു അതുല്യ സൗന്ദര്യം ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിലമ്പൂരിൽ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് മിനിയൂട്ടി കാണാനായിരുന്നു. മിനിയൂട്ടി ഒരു മികച്ച ഹിൽ വ്യൂ പോയിന്റ് ആണ്. ചെറിയ ഊട്ടി പോലെ തന്നെ തണുത്ത കാറ്റും മനോഹരമായ കാഴ്ചകളും ഇവിടെ അനുഭവിക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ഒരു ദിവസം ചെലവഴിക്കാനായി പറ്റിയ ഒരു ഇടമാണ് ഇത്.
മിനി ഊട്ടിയിലെ ഏറ്റവും വലിയ ആകർഷണം തന്നെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതിനാൽ താഴെയുള്ള കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് മുഴുവൻ മലനിരകളും വനപ്രദേശങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഫോട്ടോകൾ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത്. ചെറിയ ഉയരഭയം ഉള്ളവർക്ക് അല്പം ഭയം തോന്നാം, പക്ഷേ വളരെ സുരക്ഷിതമായ ഉറപ്പുള്ളതാണ് ഇത്. കുട്ടികൾക്കും ഫാമിലിക്കുമായി വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണ് പെറ്റ്സ് പാർക്ക്. ഇവിടെ വളർത്തു മൃഗങ്ങളായ പക്ഷികളും ചെറിയ മൃഗങ്ങളെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. കുട്ടികൾക്ക് അനിമൽ ഇന്ററാക്ഷൻ എക്സ്പീരിയൻസ് ലഭിക്കാൻ ഇത് സഹായിക്കും. ഫോട്ടോ എടുക്കാനും സമയം ചെലവഴിക്കാനും പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇത്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്. കുട്ടികൾക്കായി പ്രത്യേകമായി ഒരുക്കിയ ഒരു പ്ലേ ഏരിയയാണ് ഇത്. സ്വിംഗ്, സ്ലൈഡിംഗ്, മറ്റ് ഗെയിംസ് എന്നിവ ഇവിടെയുണ്ട്. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു സ്ഥലമാണിത്. ഒരു റിലാക്സിംഗ് അനുഭവം നൽകുന്ന ഫിഷ് പായും അതുപോലെ തന്നെ ഇരുണ്ട വഴികളും അപ്രതീക്ഷിതമായ ഭീതിജനക സീനുകളും നിറഞ്ഞ ഹൊറർ ഹൗസും 16D മൂവി എക്സ്പീരിയൻസും ഇവിടെയുണ്ട്. വിവിധ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. വർണ്ണാഭമായ ഫിഷുകൾ കുട്ടികൾക്ക് ഏറെ ആകർഷകമായി തോന്നും. ചെറിയതും പക്ഷേ ക്യൂട്ടായ ഒരു അനുഭവമാണ് ഇവിടെ. വ്യത്യസ്ത തരം മിററുകൾ കൊണ്ട് സജ്ജമാക്കിയ ഒരു ഫൺ ഏരിയയാണ് ഇത്. ഉയരത്തിൽ വേഗത്തിൽ സ്ലൈഡ് ചെയ്യുന്ന ആവേശകരമായ ഒരു അഡ്വഞ്ചർ അനുഭവമാണ് സിപ്പ് ലൈൻ. നിങ്ങളെ ഒരിക്കലും മറക്കാനാവാത്ത ത്രിൽ ഇവിടെ നൽകും. ലൈറ്റിംഗ് കാരണം ഗ്ലാസ് ബ്രിഡ്ജ് രാത്രി വളരെ മനോഹരമായി കാണപ്പെടുന്നു. ഒരു സ്വപ്ന ലോകം പോലുള്ള അനുഭവം നൽകുന്നു. ഇന്നത്തെ യാത്രയിൽ 3 നേരത്തെ ഭക്ഷണവും എല്ലായിടത്തെ എൻട്രി ഫീസും അതുപോലെ തന്നെ ബസ് ഫെയറും കൂടെ എനിക്ക് ഏകദേശം 1300 രൂപയാണ് ചെലവായത്. ട്രിപ്പിന്റെ ഏറ്റവും എനർജറ്റിക് ആയ ഒരു ഭാഗം തന്നെയായിരുന്നു ഇത്. മ്യൂസിക്കിനൊപ്പം ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ഇത്. ഗ്രൂപ്പ് ട്രിപ്പുകൾക്ക് വലിയ അനുഭവം തന്നെ ഇത് നൽകുന്നു. മിനി ഊട്ടിയിൽ KSRTC ഗ്രൂപ്പിനോടൊപ്പം വന്നതിനാൽ എല്ലാ റൈഡിലും എനിക്ക് 50% ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു. ഈ യാത്രയ്ക്ക് അവസരമൊരുക്കി തന്ന തൃശൂർ KSRTCക്കും ഞങ്ങളുടെ സാരഥികളായ രാജേഷ് സാറിനും രമേശ് സാറിനും എൻ്റെ സഹയാത്രികർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.